പരാമർശിക്കുന്നുണ്ട്. തൻ്റെ പ്രിയപ്പെട്ടവരുടെ രക്തം പുരണ്ട മണ്ണിൽ നിന്ന് ആ മണ്ണ് കൈയോട് ചേർത്തു പിടിച്ച് അത് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് അദ്ദേഹം ഉയർത്തുന്ന പ്രഖ്യാപനമുണ്ട്, പ്രതിജ്ഞയുണ്ട്. ഇതിൻ്റെ കാരണക്കാരനായ ജനറൽ ഡയറിനെ പ്രതികാരം ചെയ്യുമെന്ന്. അദ്ദേഹം കാത്തിരുന്നത് 1 വർഷമോ 2 വർഷമോ 3 വർഷമോ 4 വർഷമോ ആയിരുന്നില്ല. നീണ്ട 21 വർഷങ്ങൾക്ക് ശേഷം അങ്ങകല ലണ്ടനിൽ വെച്ച് അദ്ദേഹത്തെ വധിച്ചു കളയുന്ന സമയത്ത്, വെടിവെക്കുന്ന സമയത്ത് വിചാരണാവേളയിൽ കോടതി ചോദിക്കുന്നുണ്ട്, എന്താണ് നിന്റെ പേരെന്ന്. ആ സമയത്ത് തന്റെ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഇവിടെ ടാറ്റൂ ചെയ്തത് അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നുണ്ട്, റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന്. അത് ഇന്ത്യ രാജ്യത്തിന്റെ പൈതൃകമാണ്. നമ്മളെല്ലാവരും മതങ്ങൾക്കപ്പുറത്ത് ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ജൈനനും ജാതിയുള്ളവനും ഇല്ലാത്തവനും വ്യത്യസ്തമായ വർണ്ണങ്ങളുള്ളവരും എല്ലാവരും ഒന്നായി ചേർന്ന് നമ്മൾ നേടിയ പോരാട്ടത്തിന്റെ പേരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. നമ്മൾ നിലകൊള്ളുന്നത് മലപ്പുറത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ മേൽമുറിയിൽ അധികാരിത്തൊടിയിൽ ആഴം കുറഞ്ഞ ഖബറുകളെക്കുറിച്ച് ചരിത്രത്തിൽ പരാമർശമുണ്ട്. എങ്ങനെയാണ് ആഴം കുറഞ്ഞ ഖബറുകൾ ഉണ്ടായത്? ബ്രിട്ടീഷുകാരന്റെ നിലപാടുകളോട് സന്ധിയാവാത്ത മനുഷ്യരെ വീടുകളിൽ കയറി പുരുഷന്മാരെ കൊല ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് ഖബറുകൾ കുഴിക്കേണ്ടി വന്നു, 6 അടി മണ്ണൊരുക്കേണ്ടി വന്നു. ആ മണ്ണിനെ കുറിച്ചാണ്, ആ ഖബറുകളെ കുറിച്ചാണ് അധികാരിത്തൊടിയിൽ ആഴം കുറഞ്ഞ ഖബറുകളെ കുറിച്ച് ചരിത്രത്തിൽ പരാമർശിക്കുന്നത്. നമ്മൾ നിലകൊള്ളുന്നത് മലപ്പുറത്താണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ വാഗൺ കൂട്ടക്കൊലക്ക് നടത്തിക്കൊണ്ടുപോയ അവരുടെ കാൽപ്പാടുകൾ പതിഞ്ഞ മണ്ണിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. മുണ്ടുപറമ്പിലേക്ക് മഞ്ചേരിയിൽ നിന്നും കൊളത്തൂരിൽ നിന്നുമൊക്കെ കൊണ്ടുവന്ന നമ്മുടെ പൂർവികരെ ബ്രിട്ടീഷുകാരന്റെ ബോണറ്റിന്റെ അടികൊണ്ട് ഇവിടെ നിന്നവർ നടന്നുപോയത് തിരൂരിലേക്കായിരുന്നു. ഈ ചരിത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ബ്രിട്ടീഷുകാരന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും അവരുടെ നിലപാടുകളെയും അവരുടെ പോരാട്ടങ്ങളെയും നമ്മൾ ചെറുത്തു തോൽപ്പിച്ചത് നമ്മുടെ ഐക്യത്തിന്റെ ബലം കൊണ്ടാണ്, സ്നേഹത്തിന്റെ ബലം കൊണ്ടാണ്. നമ്മുടെ പോരാട്ടം ഐക്യമായിരുന്നു, നമ്മുടെ പോരാട്ടം സ്നേഹമായിരുന്നു. ഈ വലിയ പൂന്തോപ്പിലെ വ്യത്യസ്തമായ നിറങ്ങളുള്ള പുഷ്പങ്ങൾ, ഈ പൂന്തോട്ടത്തിലെ വ്യത്യസ്തമായ സൗരഭ്യങ്ങളുള്ള പുഷ്പങ്ങൾ, അത് ഇനിയുള്ള കാലത്തും നമ്മൾക്ക് നിലനിൽക്കണം. പിന്നീട് നമ്മൾക്ക് ഭരണഘടനയായി, നമ്മൾക്ക് അന്തസ്സുള്ള സ്വപ്നങ്ങളായി, അനേകം സ്വപ്നങ്ങളിലൂടെ വലിയ സാമ്പത്തിക ശക്തിയായി നമ്മുടെ രാജ്യം ഇന്ന് കടന്നു പോകുമ്പോഴും വംശീയതയുടെയും വർഗീയതയുടെയും ബുൾഡോസറുകൾ ഉരുളുന്ന നമ്മുടെ തെരുവുകളിൽ നിന്ന് നമ്മൾക്ക് ഉച്ചസ്ഥരം പറയാൻ പറ്റണം. നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുന്ന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന്. നമ്മളെ വിഭജിക്കാനും നമ്മളെ പരസ്പരം പിരിച്ചു കളയാനും ആഗ്രഹിക്കുന്നവർ, നമ്മൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കിടയിൽ നമ്മൾക്ക് വീണ്ടും പരസ്പരം തോളോട് തോള് ചേർന്ന് ഒന്നായി ചേർന്ന് നിന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾക്കൊന്നായി നിൽക്കണം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.